അയൽക്കാരിയായ യുവതിയുടെ ജീവൻ രക്ഷിക്കുന്ന വൃദ്ധ കലാകാരന്റെ കഥയാണ്. ശരത്കാലം ശൈത്യകാലമായി മാറുമ്പോൾ സമീപത്തുള്ള ചുമരിൽ വളരുന്ന ഒരു പഴയ ഐവി വള്ളിച്ചെടി ക്രമേണ ഇലകൾ പൊഴിയുന്നത് അവളുടെ ജനലിലൂടെ അവൾക്ക് കാണാൻ കഴിയും. അവസാന ഇലയിൽ വീഴുമ്പോൾ താൻ മരിക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി. ഇലകൾ ദിവസം തോറും പൊഴിയുന്നു. പക്ഷെ അവസാനത്തെ ഒറ്റ ഇല ദിവസം തോറും നീണ്ടു നിൽക്കുന്നു. ഇത് സുഖം പ്രാപിക്കാനും ജീവിതം നയിക്കാനും അവൾക്ക് പ്രചോദനം നൽകുകയും അവളെ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നു. കഥയുടെ അവസാനം ഒരു മാസ്റ്റർ പീസ് പെയിന്റിംഗ് നിർമ്മിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരിക്കലും വിജയിക്കാത്ത വൃദ്ധ കലാകാരൻ രാത്രിയിൽ ചുമരിൽ ഒരു ഇല വരയ്ക്കാൻ ഗണ്യമായ സമയം ചെലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. കൂടാതെ നനഞ്ഞതും തണുപ്പുള്ളതുമായ കാലാവസ്ഥയിൽ പുറത്തു പോകുമ്പോൾ ന്യൂമോണിയ ബാധിച്ച് വൃദ്ധ കലാകാരൻ മരിക്കുന്നു. ദ ലാസ്റ്റ് ലീവ് എന്ന കഥയുടെ രംഗം ന്യൂയോർക്ക് നഗരത്തിലെ ഗ്രീൻവിച്ച് ആർട്ടിസ്റ്റ് കോളനിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ദരിദ്രമായ സാഹിത്യവാസ സ്ഥലത്ത് നിന്ന് ലോക പ്രശസ്തമായ ഒരു കലാകേന്ദ്രമായും വിനോദസഞ്ചാര കേന്ദ്രമായും ഇത് വികസിച്ചു. നീ വരയ്ക്കുക ഭൂമി എനിക്കായി ദൂരെയായൊരു പച്ചത്തളിരില ധ്യാനസന്ധ്യയിലസ്തമയത്തിന്റെ ശോകമൗനം കുടിക്കും കടലിലായി വീണു പോകുന്ന സൂര്യഗോളത്തിന്റെ പാരിതിക്കിന്റെ സങ്കീർത്തനങ്ങളിൽ പാരി വീഴുന്ന മണ്ണിൻ തരികളെ കോരി നീങ്ങും തിരകൾ രചിക്കവേ പാളയങ്ങളിൽ യുദ്ധവും ഭൂമിയും പാതി ജീവനും കണ്ണീർ കുടിക്കവേ ഓർമ്മകൾക്കുള്ളിലെന്നും പ്രകമ്പന നാദവും രക്തധാരയും വിങ്ങലും ഭീതിയോടെ പലായനം ചെയ്തൊരു ബാല്യകാലം ദുസ്വപ്നത്തിലാഴവേ പൂവ് ചോദിച്ച പൂക്കാലമൊക്കെയും പാലിരാവിൽ വിനാവായി കൊഴിയവേ പാഴ്മരങ്ങൾ വളർന്ന കാടുന്ന പോൽ പോർമുഖങ്ങൾ തിമിർക്കുന്ന മണ്ണിലായി ലോകമെങ്ങും പ്രതീക്ഷയേകിടുന്ന മേഘസന്ദേശ സ്നേഹകാവ്യങ്ങൾ പോൽ കാലമേറ്റും നിരാശയാം മഞ്ഞിന്റെ പാഴി വീണ ശിശിരമൗനത്തിലായി ഭൂമി നീ വരച്ചിടുക ദൂരെയാ പൂർവഭിത്തിയിൽ പച്ചയിലത്തളിർ വേനലിൽ യുദ്ധഭൂമിയിൽ മണ്ണിന്റെ പേരിനേറ്റൊടും കണ്ണീർ വനങ്ങളിൽ പ്രാണവായുവിൽ മുക്കി വരയ്ക്കുക ജീവനുള്ളൊരു പച്ചയിലത്തളിർ പ്രാണവായുവിൽ മുക്കി വരയ്ക്കുക ജീവനുള്ളൊരു പച്ചയിലത്തളിർ. ദി ലാസ്റ്റ് ലീവ് എന്ന കഥയെ ആധാരമാക്കി ശ്രീമതി രമ പ്രസന്ന പിഷാരടി എഴുതിയ അവസാനത്തെ ഇല എന്ന കവിതയുടെ കാവ്യ ദൃശ്യാവിഷ്കാരമാണ് നിങ്ങളിവിടെ കണ്ടത്.